ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങള് ഭവന സന്ദർശനമാണ്, അമ്പല സന്ദർശനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വൃശ്ചിക 1 ഇന്ന് ഔട്ട്ഫിറ്റിന് ഇച്ചിരി ചേഞ്ച് ഉണ്ട്. എനിക്കിതൊക്കെ എഴുതാൻ പറ്റിയുള്ളൂ ഗൈസ്. ഞാൻ കബോർഡ് തുറന്നപ്പോൾ ഇത് കണ്ടോണ്ട് ഇതെടുത്തങ്ങ് ഈ കുട്ടി. ഇന്ന് നമുക്ക് അയ്യപ്പനെ പ്രാർത്ഥിച്ച് നല്ല ദിവസം. ഇന്ന് ഞങ്ങൾ 21 ഡേയ്സ് ചലഞ്ചിലെ 8 ദിവസം ഞങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അമ്പലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിന്ന് പോകാൻ പോകുന്നത് കാട്ടുവള്ളിയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. മറക്കരുത്, കാട്ടുവള്ളിയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ ആണ് അല്ലേ, ഒരു 5-7 മിനിറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിന്ന് പോവാം. പോകുന്ന വഴിയില് കുറച്ച് നേരം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചിന്നമ്മോ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ് പിന്നുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. യെസ്, ടെൽ മീ. ഫസ്റ്റ് വൺ, ടോക്കൺ നമ്പർ 1. എപ്പുറത്തോട്ട് നമ്മൾ കയറുന്ന അമ്പലത്തിലോട്ട് സമയമുണ്ട് പറയാൻ വേണ്ടിട്ട്. ഫ്രണ്ടിൽ കൂടെ നീ അതുപോലെ ഞാൻ വന്നതിന് ശേഷമുള്ള ചേഞ്ചസ് നീ എന്നോടും പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, അത് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. എന്ന് വെച്ചാല് എനിക്ക് വൈബിലുള്ള ഒരാളെ ഞാൻ തപ്പി നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും കിട്ടിയത്. അതായത് എന്തിനും ഏതിനും വിളിച്ചാൽ എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കുന്ന ഒരാള് സത്യം പറഞ്ഞു. പിന്നെ ചേഞ്ചസ് എന്ന് വെച്ചാൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. ഇത്രയും രാവിലെ ഇങ്ങനെ ഇന്നുവരെ നടക്കാൻ പോയിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നത് ഞാൻ ഒരുമിച്ച് ആ റിലേഷൻ കീപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇത്രയും ഡേയ്സ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രേ ഉള്ളൂ. കുറച്ചുകൂടെ കേട്ട് ഞാൻ കോൾമയൂർ കൊള്ളട്ടെ. പിന്നെ ഈ രാവിലെയൊക്കെ എഴുന്നേക്കാൻ നീ ഇവിടെ ഒരു സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട്, നീ ഇല്ലാത്തപ്പോൾ ഞാൻ ചെയ്യത്തില്ല, എനിക്ക് ഉറപ്പാണ്. നീ ഉള്ളത് കൊണ്ടാണ് എനിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു. പിന്നെ ബാക്കി ഞാൻ ഓർത്തിട്ട് പറയാം. ഈ നിന്റെ ഇതൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ കുഞ്ഞിലോട്ടുള്ള റിലേഷൻ ഒന്നും അല്ല. ഞങ്ങൾ കുഞ്ഞിലോട്ട് അറിയാമെങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ടത് കൊറോണ ടൈമിൽ വാക്സിൻ എടുക്കാൻ ഒരുമിച്ച് പോയി. അതും ആക്സിഡന്റലി വാക്സിൻ എടുക്കാൻ ഒരുമിച്ച് പോയി. പിന്നെ എപ്പോഴായിരുന്നു? പിന്നെ ഞാൻ ഈ പെണ്ണുമ്പോള ജോലി ചെയ്യുന്ന സ്ഥലത്ത് പഠിക്കാൻ പോയപ്പോ അമ്മയും അച്ഛനെ എന്നെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ നീയാണ് ഇനി ഇവിടെ ഭാവി തീരുമാനിക്കേണ്ടത്, എല്ലാം നീ ചെയ്തോളൂ, എല്ലാം ഒന്നിനും ഞങ്ങളെ വിളിക്കണ്ട, നീ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അടുത്ത് കുട്ടിയെ കൊണ്ടുപോയി ഇത് പരുവത്തിലാക്കിയിട്ടുണ്ട്. അന്ന് വേറെ പെണ്ണുമ്പിള്ളയുടെ കൂടെ എന്താണ് മാറ്റം ഉണ്ടായെന്ന് പറയണം. മാറ്റം ഞാൻ പറഞ്ഞുതരാം. ഇതേ നീ ഒഴിഞ്ഞോ ഞാനും ഒഴിഞ്ഞോ കിട്ടും. യെസ്.
ലൈക്ക് ചെയ്യണം പേര്. നക്ഷത്രത്തിൽ ഉഷയെന്ന സന്തതിക്ക് നാഗദൈവങ്ങളുടെ തിരുനടയിൽ പാലിക്കുമ്പോൾ യാഗദോഷങ്ങളെ സന്തോഷങ്ങളെ സന്തോഷങ്ങളും മാത്രമേ സന്തതിക്ക് പാലിക്കുമ്പോൾ കേട്ട് പ്രസാദിക്കണം ധർമ്മദൈവങ്ങളൊക്കെ ധർമ്മശാസ്ത്രം കേട്ട് പ്രസാദിക്കും. അവിടെ പോയിട്ട് വരണം. ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി. അടിപൊളിയായിരുന്നു കഴിച്ചത് അവിടെ കേട്ടോ. വൃശ്ചിക ഒന്നായതുകൊണ്ട് പുള്ളി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ എന്നാലും സാധാരണ ഇത്ര തിരക്കൊന്നും ഇല്ലാത്ത സമാധാനത്തെ തൊഴുത് തിരിച്ചു വരാൻ പറ്റുന്ന. പക്ഷെ എന്തായാലും നല്ലൊരു അടിപൊളി അല്ലേ ദിവസമായിരുന്നു. പറയാൻ പറ്റത്തില്ല, അല്ല പറയാതിരിക്കാൻ പറ്റുന്നില്ല കഴിച്ചു. അപ്പൊ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് വീണ്ടും കൊണ്ടുവരാം. ഐഷു, ഞാൻ നിന്റെ ലൈഫിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? പറയൂ. നശിച്ച് സീരിയസ്ലി ഞാൻ ആറും കൂടെ എങ്ങും എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലാതെ ഞാൻ അങ്ങനെ കസിൻസോ റിലേറ്റീവ്സോ നെയ്ബേഴ്സോ അങ്ങനെ ആറും കൂടെ ഞാൻ എങ്ങും പോത്തില്ലായിരുന്നു. പക്ഷെ ഈ പെണ്ണുമ്പിള്ള വന്നതിന് ശേഷം വീട്ടിലിരിക്കത്തില്ല. ഒരു ദിവസം അവധി കിട്ടിയാൽ വീട്ടിലിരിക്കത്തില്ല, അങ്ങ് ഇറങ്ങും, എവിടെയെങ്കിലുമൊക്കെ പോകും. പക്ഷെ ഞങ്ങൾ വിചാരിക്കുന്ന കുറച്ചുകൂടെ നേരത്തെ ഞങ്ങളൊരു വ്ലോഗ് തുടങ്ങിയായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ആരായിരുന്നേനെ. ഞങ്ങൾക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല ഞങ്ങൾ വ്ലോഗ് തുടങ്ങിയെന്ന്. സത്യം, അതെ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾ വ്ലോഗ് തുടങ്ങിയത്. 4 പേരെ അറിയിക്കണം. അതെ, 10 പേരുടെ പറയണം, ലൈക്ക് ചെയ്യാൻ പറയണം, കമന്റ് ചെയ്യാൻ പറയണം, അറിയണം, എല്ലാരോടും പറയണം. അതെ, ഞാൻ എന്താ പറയാ വെച്ചാ, അപ്പൊ ഞാൻ എല്ലായിടത്തും പോവാൻ തുടങ്ങി. എങ്ങോട്ട് വേണേലും എന്നെ വിടും. ഈ സാധനം കൂടെ ഉള്ളപ്പം എവിടെ വേണേലും എനിക്ക് പോവാൻ പെർമിഷനുണ്ട്. അപ്പം എന്താണ് ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് എല്ലാവരും എന്നെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യും. ഞാൻ ട്രസ്റ്റ് കീപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. എന്റെ വീട്ടിൽ നിന്ന് പെർമിഷൻ, പെൺപിള്ളാരല്ലേ, അങ്ങനെ എല്ലാവരും കൂടെ ഒന്നും വിടത്തില്ലല്ലോ. അപ്പം 6 മണിക്ക് കയറേണ്ട കുലസ്ത്രീയാണ് ഞാൻ. ഞങ്ങൾ രണ്ടുപേരും, എന്നെക്കാട്ടി വലിയ കുലസ്ത്രീയാണിത്. അപ്പോൾ 6 മണിക്ക് കയറണം,
അറിയാവുന്ന ആൾക്കാരുടെ കൂടെ ഒക്കെ പോകാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ അറിയാവുന്ന ആൾക്കാരുടെ കൂടെ 10 മണിക്ക് വീട്ടിൽ കയറിയാലും നോ വിഷയം. അതാണ് രാവിലെ 10 മണിയല്ല, രാത്രി 10 മണി. 10 മണിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങളിങ്ങനെ ചില്ലായിട്ട് വൈബായിട്ട് പോകേണ്ടടത്തൊക്കെ പോകും, തിന്നേണ്ടതൊക്കെ തിന്നും, എല്ലായിടത്തും പോകും. ഇവരെ പൈസക്ക് ജോലിയില്ലല്ലോ. അങ്ങനെയല്ല കേട്ടോ, എന്നാലും അവളും പൈസ ഒക്കെ ഇടാറുണ്ട്. പാമ്പിടിച്ച് കുട്ടി അവൾക്ക് സാലറി വരട്ടെ, അവള് പിന്നെ അങ്ങോട്ട്. ചേച്ചിമാർക്ക് ജോലിയുള്ളപ്പോ അനിയത്തിമാര് പൈസ ഇടേണ്ട കാര്യം. അതെ അതെ, അനിയത്തിമാർക്ക് ജോലി ഇട്ട് തീർന്ന് അത് തിന്നാ മതി. പിന്നൊരു കാര്യമുണ്ട്, എവിടെല്ലാം പോയാലും ഞാൻ തിന്നില്ലെങ്കിൽ എനിക്കൊരു ആശ്വാസമുണ്ട്. ഒരു 2 പ്ലേറ്റ് ഷവർമ മേടിച്ച ഞാൻ ഒരെണ്ണം തിന്നും. ഞാൻ 1.25 തിന്നിട്ട് വരും, കാരണം ഇവര് കാര്യത്തിന്. പിന്നെ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റി, പഠിച്ചു. പിന്നെ കുറെ കാര്യങ്ങൾ നമ്മള് സ്വഭാവത്തിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുമല്ലോ. അതെ, പോസിറ്റീവ്സ് മാത്രം. അതുപോലെ കുറെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്തുവാ കിട്ടിയത് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. കിട്ടിയത് എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാ അതെനിക്ക് അറിയത്തില്ല. പക്ഷെ കൂട്ടുകൂടിയ പിന്നെ എനിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഇപ്പഴാ ഓർമ്മ തന്നെ. പിന്നെ അവളാണെങ്കിൽ, അതായത് ഐഷു ആണെങ്കിൽ എല്ലാവരോടും എന്നുവെച്ചാൽ വലിപ്പച്ചെറുപ്പൊന്നുമില്ല, എല്ലാവരെയും അവള് എന്ത് ചെയ്യും, മൈൻഡ് ചെയ്യും. എല്ലാവരും ഒരുപോലെ. അങ്ങനെ പൈസയോ അല്ലെങ്കിൽ പൈസ ഉള്ളവരോ പൈസ ഇല്ലാത്ത അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും ഇവരെ കണ്ടില്ലേ കാണുന്നത്. അത് ഞാൻ എപ്പോഴും ചുമപ്പ്, അതെ, ഓറഞ്ച് അങ്ങനത്തെ ഇല്ല, എല്ലാ കളേഴ്സും അക്സെപ്റ്റ് ചെയ്യും, എല്ലാവരെയും മൈൻഡ് ചെയ്യും. അതുകൊണ്ട് എന്താ നമുക്ക് നല്ല കോണ്ടാക്ട്സ് വരും. അത് കാരണം ഞങ്ങളുടെ സൊസൈറ്റി ഒക്കെ നല്ലതായതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ആമ്പിള്ളേരുടെ അടുത്ത് മിണ്ടി കഴിഞ്ഞാൽ ലവനില്ല അങ്ങനെ നോക്കി എനിക്ക് ഈ ഏരിയയിൽ ഒരു 10-20 ലൈൻ. ഇതൊക്കെ എന്ന് വെച്ചാല് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവന്ന റിലേഷൻഷിപ്പ് മറ്റുള്ളവരെ ലൈനായിട്ട് കണക്കാക്കും. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു വില്ലേജ് ഏരിയയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. നമ്മളങ്ങനെ ആമ്പിള്ളേരുടെ അടുത്ത് മിണ്ടുമ്പോഴും അങ്ങനത്തെ ഡെവലപ്പ് ആവാത്ത സ്ഥലങ്ങളിലൊക്കെ പ്രായമായ മനുഷ്യർക്കൊന്നും ചിലപ്പം അവർക്ക് ചീത്ത വിളിച്ചിരിക്കും. പട്ടിക്കുട്ടികൾ ഞങ്ങളെല്ലാവർക്കും ഫ്രണ്ട്സ്. എനിക്ക് വിശക്കുന്നു. നല്ല ഇഡലിയും സാമ്പാറിന്റെയും വേണം. ഇതിലെ പോണം. ഞങ്ങക്ക് പിന്നെ 10 രൂപ വഴി ഉള്ളതുകൊണ്ട് ഏത് വഴി വേണം. ശരിയാ, ഇതുവഴി പോയാലും വീട്ടിൽ ചെലുത്തും. അതാ എന്റെ അമ്മ പറയാൻ വേണ്ടി, നിന്നെ എവിടെ കൊണ്ട് വിട്ടാലും പൂച്ചയെ പോലെ നീ തിരിച്ച് വീട്ടിൽ വരുമല്ലോ. നല്ല വിശ്വാസമാണ്. എവിടെ പോയാലും ഞാൻ വീട്ടിൽ വരും പറയും. ഈ ഏരിയയിൽ ഒരു വഴി അറിയത്തില്ല ഈ പെണ്ണുപിള്ളക്ക്. വഴി തെളിക്കാൻ അതിന് കൂടെ വേണം കേട്ടോ. ഞാൻ വന്നതിന് ശേഷം ഈ നാട്ടില് ഊട് വഴി, ഇടവഴി, മെയിൻ വഴി എല്ലാം ഞാൻ പഠിച്ചു തുടങ്ങി. എനിക്ക് വിശക്കുന്നു. അവിടെ നല്ല സൂപ്പർ ഇഡ്ഡലി സാമ്പാറിന്റെ മണം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ നിന്നിരുന്നെങ്കിൽ അതുകൂടെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവായിരുന്നു. പിന്നെ അടിപൊളി സദ്യ ഉണ്ട് ഉച്ചക്ക്. സാമ്പാറിന് അവര് കഷ്ണം അരിയുന്നേ ഉള്ളു. അത് നോക്കിയിരുന്ന ഇന്നത്തെ പരിപാടി ഒന്നും നടക്കത്തില്ല. വിശക്കുന്നു, നല്ലപോലെ വിശന്നിട്ട് കയറുന്നു. അതെ, അപ്പോ എല്ലാം മനസ്സിലായല്ലോ, നമുക്ക് തമ്മിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇനി അസൂയാലിപ്പുണ്ട്, മനസ്സിലായോ? നമ്മളുടെ അതെ, നല്ല റിലേഷൻ തകർക്കാൻ നമ്മൾ സൂക്ഷിക്കണം. എല്ലാരും അസൂയകൾ നോക്കിക്കാണും. ഞങ്ങളും ഈ ബ്ലഡ് റിലേഷൻ ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര ആത്മാവൻ. പിന്നെ ഇപ്പൊ പുതിയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ തുടങ്ങിയല്ലോ. ഇതിന് എത്ര നാളത്തേക്കാ എന്ന് എങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഫ്രണ്ട്ഷിപ്പ് വിടുന്നൊന്നുമല്ല. കുട്ടികൾ, അതെ, ഒന്നെങ്കിൽ ഞാൻ ഗൾഫിൽ പോവും, അല്ലെങ്കിൽ ആൾക്കാരെ വേറെ എന്തെങ്കിലും ആയിട്ട് ബിസിയായി പോവും. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മള്, അല്ലേ? ഇപ്പം ഐഷുവിന്റെ കാര്യമല്ലേ അങ്ങനെ. ഇവിടെ പഠിക്കുന്ന, ഇവിടെ ഉള്ള സമയം നമുക്ക് ഈ ഒരു രീതിയിൽ വ്ളോഗൊക്കെ ചെയ്ത്, അതെ, ഒക്കെ എൻജോയ് ചെയ്ത് പോവും. അത് രാവിലെ മുതൽ. ഇന്ന് ഒരാളും കൂടെ എൻ്റെ കൂടെ അമ്പലത്തിൽ വേണമെന്ന് കളകളാരാണ്. ഈ കുഞ്ഞു തോടിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. എന്ത് രസമുണ്ടല്ലേ. ഇതൊക്കെ വില്ലേജുകാർക്ക് ഇത് അനുഭവിക്കാൻ പറ്റുള്ളൂ. സിറ്റി കിടക്കുന്നവർക്കൊക്കെ സൗണ്ട് കേൾക്കുന്നത് എന്ത് രസമാണ്. അതെ, ഇതൊക്കെ നല്ല വെള്ളമുണ്ടല്ലോ ഗൈസ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, വെള്ളത്തിന്റെ കൂടെ റോഡിലും വെള്ളമാണ്. അതെ, ഞാൻ ചവിട്ടി. ഓസിഡി ഉണ്ട്, ഓസിഡി, പക്ഷെ ചവിട്ടി. എന്നാ പിന്നെ ഇന്ന് കുറെ പറഞ്ഞു.
നിങ്ങളിനി ബോറടിച്ചിരിക്കണ്ട. നാളെ അതായത് കോണ്ടന്റ് ഇല്ലാത്ത കോണ്ടന്റുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ ബൈ ബൈ.